എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു സിമ്പിളായിട്ടുള്ള പൈനാപ്പിൾ പുഡിങ്ങാണ്. അപ്പോൾ പെരുന്നാളൊക്കെ വരെയല്ലേ, അപ്പോൾ ഊണ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു മധുരത്തിന് വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റായിട്ട് പൈനാപ്പിൾ പുഡിങ്. അപ്പോൾ ഇതാ വലിയൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത മധുരമുള്ളതായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 വലിയ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരല്പം വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുന്ന വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. പൈനാപ്പിൾ വേവുന്ന സമയത്ത് നമുക്ക് അപ്പുറത്തെ അടുപ്പിൽ കുറച്ച് പാൽ തിളപ്പിക്കാൻ വയ്ക്കാം. അപ്പോൾ 1 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. ഒരു പാനിലേക്ക് ഒഴിച്ചെടുത്തിട്ട് ഇതൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കോൺഫ്ലവർ ആണ് കേട്ടോ ചേർക്കുന്നത്, ഒന്ന് കട്ടയാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ തണുത്ത പാലിൽ ഒരു 1/4 കപ്പ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കലക്കി വയ്ക്കാം. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് മിൽക്ക് മെയ്ഡാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. അപ്പോൾ 1 ടിന്ന് മിൽക്ക് മെയ്ഡ് ഇതാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ പഞ്ചസാര ചേർത്താൽ മതി, പക്ഷേ ടേസ്റ്റ് മിൽക്ക് മെയ്ഡാണ് കേട്ടോ. ഒന്ന് നല്ല സെറ്റായിട്ട് വരാനൊക്കെ മിൽക്ക് മെയ്ഡാണ് കേട്ടോ ഈ പുഡിങ്ങിനൊക്കെ ടേസ്റ്റ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവറിൻ്റെ കൂട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കൈ വിടാതെ തന്നെ നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് തിള വന്നതിന് ശേഷം ഇതിലേക്ക് 2 ഡ്രോപ്പ് വാനില എസൻസ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പൈനാപ്പിളിൻ്റെ എസൻസ് ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതൊന്ന് ചൂടാറാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കാരമൽ ചെയ്യാൻ വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഉണ്ടല്ലോ, അത് നന്നായിട്ട് വേവുന്നതൊന്നുമില്ല, ഏകദേശം ഒന്ന് കാരമലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത് മതി, അതും ചൂടാറാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ ഒരു സെർവിങ് പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇനിയിപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ പൈനാപ്പിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് പകുതിയോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് പൈനാപ്പിൾ ഇതിൻ്റെ മുകളിലേക്ക് കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ നേരത്തെ പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് മൊത്തത്തിൽ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് വീണ്ടും പൈനാപ്പിളിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു 2-3 മണിക്കൂർ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ പുഡിങ് നല്ലപോലെ സെറ്റായിട്ടെടുക്കും. ഒരുപാട് കട്ടയാവില്ല, മീഡിയം ടൈപ്പ്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. വായിലിട്ടാൽ നന്നായിട്ട് അലിഞ്ഞു പോകും. പൈനാപ്പിളിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, നല്ല സൂപ്പറാണ്. അപ്പം നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.